ശ്രീ വി എസ് സുനിൽകുമാർ ഇന്ന് രാവിലെയും അങ്ങയുടെ വാക്കുകൾ കേട്ടതാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം വേണം. കാരണം 4 മാസം ഉള്ളൂ, അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന ഒട്ടും സുഖകരമായ കാര്യമല്ല. എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സാധ്യമാകും? കോടതി വിധി ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കോടതി വിധി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് നിയമപരമായി മാത്രമേ അതിനെ മറികടക്കാൻ പറ്റൂ. പക്ഷേ കോടതി പറയുന്ന ഈ കാര്യം പ്രായോഗികമായ കാര്യമല്ല. തൃശ്ശൂർ പൂരത്തിന് 15 ആന വേണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ ചടങ്ങും ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ലീറ്റർ മേളം എന്ന് പറയുന്നത് പാണ്ടി വേണം കൊട്ടാൻ 200 പേര് വേണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. പാണ്ടി മേളം കൂട്ടുമ്പോൾ ലീറ്റർ മേളത്തിനകത്ത് 250ഓളം കലാകാരന്മാരാണ് കൂട്ടുന്നത്. ആ സിംഫണി 250 പേരല്ലാതെ 5 പേരെ വെച്ച് കൊട്ടാം. അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ലീറ്റർ മേളം ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. മേളം എന്ന് പറയുന്നത് ലീറ്റർ മേളം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതകളുണ്ട്, പ്രാധാന്യമുണ്ട്. എന്നതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന് 15 ആന എന്നുള്ളതും കുടമാറ്റം നടത്തുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയമായി മാറിയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഉത്സവം തൃശ്ശൂർ പൂരത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് കേരളത്തിലെ എല്ലാ ആന എഴുന്നള്ളിക്കുന്ന ഉത്സവങ്ങൾക്കൊക്കെ ബാധകമാകുന്ന കാര്യമാണ്. പിന്നെ അതിന് പുറമെ ഇപ്പൊ ഈ കോടതി വിധി എന്താണെന്ന് എനിക്കറിയില്ല. നേരത്തെ അമിക്കസ് ക്യൂറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? ആനകളെ 3 മീറ്റർ എന്ന് പറയുമ്പോൾ മാത്രമല്ല, ആനകളും മേളക്കാരും തമ്മിൽ അകലത്തെ പറ്റി പറയുന്നുണ്ട്, ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്, റോഡിലൂടെ നടത്താൻ പാടില്ല എന്ന് പറയുന്നു, 3 മണിക്കൂറിലധികം ആനകൾ എഴുന്നള്ളിക്കാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നിബന്ധനകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ വെച്ചിട്ടാണെങ്കിൽ തൃശ്ശൂർ പൂരം പോലെയുള്ള 100 വർഷം പഴക്കമുള്ള പൂരാണെങ്കിലും 1495 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരാണെങ്കിലും നടത്താൻ കഴിയില്ല. അപ്പൊ ബലത്തിൽ ആനകളെ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സുരക്ഷയും ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ സർക്കാർ ചട്ടം ഉണ്ടാക്കുന്നത്, ഇപ്പൊ നേരത്തെ ബിനിൽ സൂചിപ്പിച്ച പോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറച്ചൊരു കാലതാമസം ഉണ്ടായോ? സർക്കാർ ചട്ടം രൂപീകരിക്കുന്നതിന് വേണ്ടി കാലതാമസം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സർക്കാരിന്റെ ഭാഗത്ത് കാലതാമസം, സർക്കാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആനകളുടെ തമ്മിലുള്ള അകലത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ചട്ടത്തിനകത്ത്. ആ ചട്ടത്തിനകത്ത് പലപ്പോഴും ചട്ടം നിശ്ചയിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു സയന്റിഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം സർക്കാരിന്റെ മുമ്പിൽ വരാതെ സർക്കാരിന് അത് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോ അതിനകത്ത് സർക്കാരിന്റെ ചട്ടത്തിനകത്ത് ആളുകൾ തമ്മിലുള്ള അകലം കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതി അതിനകത്ത് ഇപ്പോൾ നിബന്ധന പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇത് നമ്മുടെ ഉത്സവങ്ങളും പിന്നെ പൂരങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണോ? ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഹാർമണിയിലും സമൂഹത്തിലെ ജനങ്ങളുടെ അവരുടെ ഒരു ഉല്ലാസം എന്നൊക്കെ പറയുന്ന പല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം കൂടിക്കലർന്ന് ഒരു പൂരത്തിനകത്ത്, പൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ മേളക്കാർ മുതൽ അവിടെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകള് അതിന്റെ നമുക്ക് ചിന്തിക്കാൻ, അങ്ങേക്കും അറിയാം, ചിന്തിക്കാൻ പോലും കഴിയില്ല. തൃശ്ശൂർ പൂരം നിലവിൽ നടക്കുന്ന പോലെ അല്ലാതെ ചിന്തിക്കാൻ കഴിയില്ല. 7 ആനനെ വെച്ചാണ് 5 ആനനെ വെച്ച് നടത്താന്ന് പറഞ്ഞാല് അത് പിന്നെ തൃശ്ശൂർ പൂരത്തെ കൂട്ടർക്കാവോ? അല്ല, ശ്രീ വി എസ് സുനിൽകുമാർ, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇനി നമുക്ക് സാധ്യമാവുക? ഞാനതിന്റെ നിയമവിദഗ്ധരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഈ ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം അടിയന്തരമായി. പക്ഷെ ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നാൽ നാളെ സുപ്രീം ഹൈക്കോടതി അത് റദ്ദാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു NGO കേസ് കൊടുത്താൽ റദ്ദാക്കി നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോ ഇത് നമ്മുടെ ഗവൺമെന്റ് അടിയന്തരമായി ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി രാജനും അതുപോലുള്ള ആളുകളൊക്കെ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി എന്തായാലും ഇടപെടാതിരിക്കില്ല. അടിയന്തരമായിട്ട് ഇതിനെ ഇടപെട്ടിട്ട് നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോ ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകൾക്കൊക്കെ വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ പ്രതികരിച്ച. എന്തായാലും അങ്ങടക്കമുള്ള ആളുകൾ വളരെ സജീവമായി തന്നെ പൂരം അതിന്റെ എല്ലാ ശോഭയോടുകൂടിയും നടത്തണമെന്ന് ആഗ്രഹിച്ച് മുന്നിൽ നിൽക്കുന്നവരാണ്. വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും നിയമപരമായിട്ടാണ് അതെങ്ങനെ സാധ്യമാകുമെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. എങ്കിൽ പോലും ഹൈക്കോടതി ഇപ്പോൾ നിലപാട് ഇങ്ങനെ കടുപ്പിക്കുകയാണ്. അപ്പോഴും വിശ്വാസി സമൂഹത്തെ ഏത് രീതിയിൽ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നതാണ്. അവരെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ അവരെ ഒരു തരത്തിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പല ഉത്സവങ്ങളും നടത്താൻ സാധിക്കില്ല. തൃശ്ശൂർ പൂരമൊന്നും അതെ തൃപ്പൂണിത്തുറയിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അവിടെ രാഗിനുണ്ട്. രാഗിൻ നാളെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇതുപോലെ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു തന്നെയാണോ അതോ 15 ആനകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഏത് രീതിയിൽ നടത്താനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്?
ഒരുക്കങ്ങളൊക്കെ ക്ഷേത്രത്തിൽ തകൃതിയിൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചികോത്സവം. ഇപ്പോൾ ആനകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പല ഇടങ്ങളിൽ നിന്നാണ് ആനകൾ വരുന്നത്. ആനകളെ ഈ ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ ചുറ്റും എഴുന്നള്ളിക്കുന്നതാണ് രീതി. ഏകദേശം ഒരു 15ഓളം ആനകളെയാണ് അത്തരത്തിൽ എഴുന്നള്ളിക്കാറ്. പക്ഷേ അതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ആ ഒരു അളവ് സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ വേണമെന്നത്. എന്തായാലും ആനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പല ആനകളും ആനകളെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടെ പല തരത്തിൽ പല ഇടങ്ങളിൽ നിന്നും ആനകൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി പേർ ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശ്വര ക്ഷേത്രത്തിൽ ഉത്സവം കാണാനും എത്തും. അത്തരത്തിൽ ഒരു നിൽക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പലരുമുണ്ട്, നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ആനകളെ കാണാൻ എത്തിയാണോ? ആനയെ കാണാൻ? അതെ അതെ അതെ, എല്ലാ വർഷവും വരാറുണ്ടോ? നമ്മളിവിടെ പോലീസിലെ വർക്ക് ചെയ്യണം. അപ്പം മോൻ്റെ താല്പര്യപ്രകാരം വന്ന ഇപ്പോൾ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നത് കാണാൻ ഒരുപാട് പേര് വരുമല്ലോ. പിന്നെ എല്ലാ ദിവസവും വരും. ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങും അടുത്ത് തന്നെ. ഈ കോടതിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിശ്ചിത ഒരു അകലം പാലിക്കണം. അങ്ങനെ വരുമ്പോൾ ആനകൾ കുറയും. എങ്ങനെയാണ് നിങ്ങളൊക്കെ അതിനെ? പുതിയ ന്യൂസ് അറിഞ്ഞില്ലല്ലോ, എങ്ങനെയാണ്? അപ്പം അങ്ങനെയാണ് ആ രീതിയിലേക്കാണ് വരുന്നത്. അത് ദേവസ്വം ബോർഡാണല്ലോ തീരുമാനിക്കണം. ഓക്കെ, ശരി. നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിപാടി കൊണ്ടുപോകണം തന്നെ അറിയുള്ളൂ. 15 ആന തന്നെ വേണം. പക്ഷേ നമ്മളിങ്ങനെ വെച്ചാൽ ഇത് അമ്പലത്തിൻ്റെ പുറത്ത് എഴുന്നള്ളിപ്പില്ല, നമുക്ക് ആ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോടതി പറയണത് തന്നെ പുറത്തുള്ള അമ്പലത്തിൻ്റെ ബാധകമുള്ളൂ. ഇത് ദേവസ്വം ബോർഡ് അമ്പലമാണല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ ദേവസ്വത്തിന് തീരുമാനിക്കുക എത്ര ആന എഴുന്നള്ളിക്കണമെന്ന് ചോദിച്ചാൽ അവരാണ് തീരുമാനിക്കേണ്ടത്. നാട്ടുകാർ ഫുൾ സപ്പോർട്ടായിരിക്കും അതിന്. നമുക്ക് കാണാറുണ്ട് ഇഷ്ടംപോലെ പേര് പലയിടങ്ങളിൽ നിന്ന് വരും ഇവിടെ. ഇല്ല, ഇതിൻ്റെ പുറത്ത് ഇപ്പം ഇപ്പോൾ ഒരു 5 മണി ആ നേരത്തെ ആൾക്കാർ വന്നു തുടങ്ങും ഓരോ ആനകളെ കാണാൻ വേണ്ടി. പുറത്തുനിന്ന് ഉള്ള ആൾക്കാർ പിന്നെ രാത്രി ആ നേരത്തെ പോകുള്ളൂ. ഇപ്പം നാളെ പിന്നെ ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, ആനക്കാരെ മാത്രമേ കയറ്റുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ പുറത്ത് നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ആനകൾ കുറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. കോവിഡ് വന്നപ്പോൾ നമ്മൾ ആദ്യം അന്നേരം 3 ആന കഴിഞ്ഞിട്ട് പിന്നെ 11 ആന വെച്ച് നമ്മൾ പരിപാടി നടത്തിയത്. ഇവിടെ 15 ആന വെക്കണമെന്ന് പറഞ്ഞാൽ 11 ആനൊക്കെ പിന്നെ കിട്ടുള്ളൂ. ഇത് പാലിക്കണമെങ്കിൽ അകലം കൃത്യമായി പാലിക്കണം. ഏകദേശം ഒരു 9ഓളം ആനകളെ പറ്റുള്ളൂ. കാരണം സുരക്ഷയൊക്കെ നോക്കി അമ്പലത്തിന്റെ ഗ്രൗണ്ട് നടന്നു പോകുന്നത് പോലെ തന്നെ ആ പ്രൗഢിയോടുകൂടി തന്നെ ഉത്സവങ്ങൾ നടന്നു പോകണമെന്നാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ? ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും? അത്യാവശ്യമാണ്. എന്ത് ചെയ്യാൻ കഴിയുന്നതിലുപരി ഇടപെടൽ അത്യാവശ്യമാണ്. കാരണം ഉത്സവ സീസൺ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സംവിധാനങ്ങൾക്കുള്ളൊരു ആശങ്ക മാറേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിനി ശബരിമലയിലേക്ക് പോകാം. ശബരിമലയിൽ ചില നിർണായകമായ കാര്യങ്ങൾ ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശബരിമലയിൽ തന്നെ ആ കാര്യങ്ങൾ